മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രം കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷം വേറിട്ടതായി. വ്യത്യസ്ത കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് കടന്നുചെന്ന് അവരുടെ ജീവിതാവസ്ഥകൾ നേരിട്ട് ബോധ്യപ്പെടുകയും സ്വാന്തനവും സഹായവും ഏകുന്ന പ്രവർത്തനങ്ങളാണ് മിണ്ടാട്ടം എന്ന പേരിൽ ഗുരുകുലം ക്രിസ്മസിന്റെ ഭാഗമായി നടത്തിയത്. മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രം കുട്ടികളുടെ നേതൃത്വത്തിൽ വേറിട്ട ക്രിസ്മസ് ആഘോഷമാണ് നടത്തിയത്. വ്യത്യസ്ത കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ജീവിതാവസ്ഥകൾ നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ട് അവർക്ക് സാന്ത്വനവും സഹായവുമേകുന്ന പ്രവർത്തനങ്ങളാണ് മിണ്ടാട്ടം എന്ന പേരിൽ ഗുരുകുലം നടത്തുന്നത്. സഹജീവികളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു സാമൂഹ്യ ബോധം കുട്ടികളിൽ രൂപപ്പെടാൻ ഉദ്ദേശിച്ചാണ് ഗുരുകുലം വിശേഷ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നതെന്ന് ഗുരുകുലം ഭാരവാഹികൾ പറഞ്ഞു. ക്രിസ്മസിന്റെ തലേ ദിവസം കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് പുതിയവിള പാർവണേന്ദുവിൽ പ്രഭാകരൻ സജീന ദമ്പതികളുടെ ഏകമകൾ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന +2 വിദ്യാർത്ഥിനി ശ്രീപാർവതി, കൂലിപ്പണിക്കിടയിൽ ഒരു വീടിന്റെ മുകളിൽ നിന്നും വീണ് ചികിത്സയിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഏക ആശ്രയമായിരുന്ന പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് കരുവറ്റംകുഴി ഗീതാഭവനത്തിൽ അനിൽകുമാർ എന്നിവരുടെ ഭവനങ്ങളിലാണ് കുട്ടികൾ സന്ദർശനം നടത്തിയത്. ഭാര്യ ജയ, ഏകമകൾ ദേവിക, രോഗാവസ്ഥകളെ നേരിടുന്ന പിതാവ് കുട്ടപ്പൻ എന്നിവർക്ക് തണലായിരുന്ന അനിൽകുമാർ 2 മാസമായി ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകളെ ഏറെ വെല്ലുവിളികളോടെയാണ് നേരിടുന്നത്. കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി, വിദ്യാർത്ഥി പ്രതിനിധികളായ ശ്രുതിരാജ്, ആവണി, അഭിജിത്ത് എന്നിവർ അനുഭവങ്ങൾ പങ്കിട്ടു. വർഷത്തിൽ ഒരു ദിവസത്തെ വേതനം മാറ്റിവെക്കാൻ കഴിയുന്ന സുമനസ്സുകളുടെ കൂട്ടായ്മയിൽ ശേഖരിക്കുന്ന പുനർജനി സഹായനിധി ഉപയോഗിച്ചാണ് ഗുരുകുലം ഇത്തരം മാനുഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഗുരുകുലം ഭാരവാഹികൾ പറഞ്ഞു. കല, രജനി, അക്ഷയ, ഗുരുകുലം സെക്രട്ടറി ജി കൃഷ്ണകുമാർ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസിൻ്റെ തലേന്ന് മിണ്ടാട്ടം എന്ന പേരിലുള്ള വേറിട്ട പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മളിന്ന് ഒരു സ്നേഹ സാന്ത്വന സന്ദേശ യാത്രയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ ഇന്ന് നമ്മൾ 2 പഞ്ചായത്തുകളിൽ അവശത അനുഭവിക്കുന്ന ആൾക്കാരുടെ ഭവനങ്ങളിലേക്കാണ് പോകുന്നത്. ഒന്ന് കണ്ടലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിങ്ങളുടെയൊക്കെ പരിചിത വലയത്തിലുള്ള +2 വിദ്യാർത്ഥി പാർവതിയുടെ വീട്ടിലേക്കാണ്. അവർക്ക് സംബന്ധമായ ശസ്ത്രക്രിയ നേരിടുന്ന ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തൊട്ടടുത്ത് പത്തിയൂർ പഞ്ചായത്തിലെ 18-ാം വാർഡിൽ അനിൽകുമാർ എന്ന് പറയുന്ന ഒരു തൊഴിലാളി സുഹൃത്ത്, അദ്ദേഹം കെട്ടിടത്തിൽ നിന്ന് വീണ് ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭവനവും നമ്മൾ സന്ദർശിക്കും. ഇത്തരം വീടുകൾ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തിൽ വ്യത്യസ്ത കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരോടൊപ്പം നമ്മളൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ് നമ്മൾ ഇത്തരം യാത്ര സംഘടിപ്പിക്കുന്നത്. ഗുരുകുലത്തിൽ ചേർന്നൊക്കെ പിന്നീട് ഞാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പോയി തുടങ്ങി. അത്യാവശ്യം 6-7 വീടായി ഞാൻ പോകുന്നു. എന്തൊക്കെയായാലും പഠനത്തിനുപരി ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ പോകുമ്പം നമ്മുടെ സമൂഹത്തിലുള്ളതെല്ലാം നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതിലൂടെ സാറിന് ഈ നടത്തുന്ന എല്ലാവർക്കും ഞാൻ നന്ദി. CDNet ന്യൂസ്, കായംകുളം.